ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യുന്ന ഒരു 2-3 ഐറ്റംസ് ആണ്. ഇന്ന് വൈകുന്നേരം ചായക്ക് പിഴിഞ്ഞെടുത്ത മധുരക്കിഴങ്ങാണിത്. ഇത് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മക്കൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന 2-3 ഐറ്റംസ് ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുഴുങ്ങിയെടുത്ത മധുരക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. ഇതിനൊരു 3 കഷ്ണം കിഴങ്ങെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഒരു 3-4 ടീസ്പൂണോളം പഞ്ചസാരയും 1 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ മിക്സാക്കി എടുക്കാം. കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു അരിപ്പയിലേക്ക് അരിച്ചിട്ടെടുക്കാം. അരിച്ചെടുത്ത വേസ്റ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഉണ്ടാവും നമ്മുടെ മാവ്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി മധുരം ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം മധുരം ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഉള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാത്തവർക്ക് ഇനി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് 1.5 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവെക്കാതെ ഇളക്കി കൊടുത്തിട്ട് കട്ടൊന്നുമില്ലാതെ കുറുക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ബാറ്റർ കുറുകി വരുന്നുണ്ട്. കൈവെക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ബാറ്റർ ഈ ഒരു പരുവായി വരുന്ന സമയത്ത് പാനിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെയായി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇത് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കേടുവരാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെച്ച് തണുപ്പിച്ചതിന് ശേഷം മക്കൾക്ക് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടുണ്ടാക്കിയതാണെന്നൊന്നും ആരും പറയില്ല. നല്ല ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചൂടാറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. ഒരു 4 കഷ്ണം കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, അതുപോലെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ കുഴച്ചെടുത്ത ഈ മാവിന്ന് കുറേശ്ശെയായിട്ട് എടുത്ത് കയ്യിൽ കുറച്ച് എണ്ണ നെയ്യോ പുരട്ടിയതിൻ്റെ ശേഷം നമുക്കിഷ്ടമുള്ള രീതിയിൽ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 3-4 ടീസ്പൂൺ മൈദയും
കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ബാറ്ററാക്കി എടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ ആദ്യം മൈദമാവിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കോട്ടിങ്ങൊക്കെ എല്ലായിടത്തും ആക്കിയതിന് ശേഷം മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുന്നുണ്ട്. കട്ട്ലറ്റ് നമ്മൾ ഓരോന്നും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വേണ്ട, എണ്ണയിൽ മുക്കി പൊരിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒഴിച്ചത് കുറച്ച് കൂടി പോയിക്കണം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കാം. തിരിച്ചും മറിച്ചും കളർ മാറ്റിയെടുത്താൽ മതി. കൂടുതൽ സമയം എണ്ണയിൽ ഇട്ട് വെക്കരുത്, എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പൊരിച്ചെടുത്തപ്പോൾ എണ്ണ കുറച്ച് കൂടി പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എണ്ണയിൽ മുക്കി പൊരിക്കാനായിട്ട് കഴിയില്ല, ഉള്ളിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ എണ്ണ മാറ്റി കൊടുക്കാൻ പോവാണ്. കുറഞ്ഞ എണ്ണക്ക് രണ്ട് സൈഡും ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ശരിയായി കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ എണ്ണയിൽ ചെയ്തെടുത്തതാണിത്. അപ്പോൾ ഇത് എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല, പൊട്ടിപ്പോയിട്ടുമില്ല, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള മൂന്നാമത്തെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്ത് അടച്ചെടുത്ത കിഴങ്ങിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ്, ഒരു കോഴിമുട്ട, ഒരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നും അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ മൈദയും അതുപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ. ഇനി ഞാനിത് ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പച്ചട്ടിയിലാണ്. അല്പം നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം. ഇനി മുകളിൽ മല്ലിയില അല്പം വിതറി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. 2 സൈഡും ഒന്ന് മരിച്ചെടുക്കാം. അപ്പം മക്കൾക്ക് കൊടുത്തപ്പോൾ ഒന്നുപോലും ബാക്കി വെക്കാതെ എല്ലാം മുഴുവനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 റെസിപ്പീസും അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അവർ മുഴുവനായിട്ടും കഴിച്ചു. അപ്പം നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കി, കട്ട്ലറ്റ് ഉണ്ടാക്കി, കിഴങ്ങപ്പം ഉണ്ടാക്കി. അപ്പോൾ 3 നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കണം.